ഫീൽഡ് ഇൻസ്പെക്ഷന് പോയ ഹൂഷു രാത്രി പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഓടിപ്പോകുന്നതിനിടയിൽ മറിഞ്ഞു വീഴുന്നതും അവളുടെ അടുത്തേക്ക് ഷിൻ ഓടി വരുന്നതും വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. അവളുടെ കയ്യിൽ നിന്ന് വീണ ഫയലുകളൊക്കെ അവൻ എടുത്ത് കൊടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഹൂഷു പെട്ടെന്ന് തന്നെ അത് പിടിച്ചു വാങ്ങുന്നു. ഇപ്പോൾ അവൻ എനിമി കമ്പനിയിലായതുകൊണ്ട് തങ്ങളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോർത്തിയെടുക്കുമോ എന്ന പേടിയാണ് അവൾക്കെന്ന് തോന്നുന്നു. അവന് അത് മനസ്സിലാവുന്നുമുണ്ട്. അവൾ ഒറ്റയ്ക്കാണ് എന്ന് അറിഞ്ഞപ്പോൾ അവൻ തിരികെ കൊണ്ടുപോയി വിടാമെന്ന് പറയുന്നുണ്ടെങ്കിലും ടാക്സി വിളിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവനും പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷേ ടാക്സി കിട്ടാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് ഹൂഷു ഇതിനകം ഫോണിൽ നോക്കി മനസ്സിലാക്കിയിരുന്നു. അടുത്തെത്തിയ ഷിന്നും അത് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ വിജനമായ സ്ഥലത്ത് അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ തനിക്കാവില്ല. ജോലിയിൽ ശത്രുക്കളാണെങ്കിലും മനുഷ്യനെന്ന രീതിയിൽ അങ്ങനെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തിരികെ തന്നോടൊപ്പം വരാൻ അവൻ നിർബന്ധിക്കുന്നു. അങ്ങനെ ഹൂഷു അവൻ്റെ കാറിൽ തന്നെ തിരികെ പോകുന്നുണ്ട്. മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് മീറ്റിങ്ങിനിടയിൽ കൂടി സുൻ ഹൂഷുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. താൻ ഓൾറെഡി വണ്ടിയിൽ കയറിയെന്നാണ് ഹൂഷു മറുപടി നൽകിയത്. അവനിങ്ങനെ ഫോൺ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന ഷോയുവാൻ അവളെപ്പറ്റി ചോദിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഷീവും കേൾക്കാനിടയാവുന്നു. ശരിക്കും അന്നത്തെ സർവേക്ക് സുൻ അവൻ്റെ അസിസ്റ്റന്റിനായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ അവർ ലീവ് ആയതുകൊണ്ട് പകരത്തിനായിട്ടായിരുന്നു ഹൂഷുവിനെ അയാൾ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഹൂഷുവിൻ്റെ നിർബന്ധം കാരണമാണ് തനിച്ചവിടെ വിട്ടിട്ട് വന്നത്. ഇതിനിടയിൽ സൂലിങ്ങിൻ്റെ ആൾക്കാരും ഇന്നവിടെ വന്നിരുന്നുവെന്ന് മറ്റൊരു സ്റ്റാഫിനോട് സുൻ പറയുന്നതും അവൻ കേൾക്കുന്നു. ഷിന്നിൻ്റെ ഒപ്പം കാറിൽ കയറിയെങ്കിലും ഹൂഷു അതിനുള്ളിലും വല്ലാത്ത ടെൻഷനോടെ ആയിരുന്നു ഇരുന്നത്. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നീ മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ഞങ്ങളുടെ HR നിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നെ മിസ്സായത്. ഇനിയാണെങ്കിലും ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഷിൻ ഇടയ്ക്ക് ചോദിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഡൈനാമിക്സും വളരെ നല്ല കമ്പനിയാണ്. ഇങ്ങനെ ഒരു ചാൻസ് തന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം. മറ്റെങ്ങോട്ടും പോകാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്ന് ഹൂഷു പറയുന്നുണ്ട്. ഞാനായിരുന്നെങ്കിൽ എൻ്റെ സ്റ്റാഫിനെ ഒരിക്കലും ഇങ്ങനെ മഴയത്ത് നനയാൻ രാത്രിയിൽ വിടുമായിരുന്നില്ല എന്ന് ഷീവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെയും അവൻ പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ തിരികെ ഒരുമിച്ച് പോകാൻ എന്നെ നിർബന്ധിച്ചതാണ്. ഞാനാണ് നിർബന്ധം പിടിച്ച് ഇവിടെ തനിച്ച് നിന്നത്. അതുകൊണ്ട് ഇതിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതെൻ്റെ മാത്രം കുഴപ്പമാണ് എന്ന് ഹൂഷു അപ്പോഴും ഷീവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഡൈനാമിക്സത്തിലെ അവളുടെ ജോലി എങ്ങനെയുണ്ട് എന്ന് കൂടി അവൻ ചോദിക്കുന്നുണ്ട്. അവിടെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷീവിൻ്റെ ഫാനായിരുന്നു എന്നൊക്കെ ഹൂഷു പറയുന്നുണ്ട്. ഈ സമയത്താണ് ഷീവിൻ്റെ വണ്ടി അവരുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന് മുന്നിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയത്. ഇവർക്ക് സഡൻ ബ്രേക്ക് ഇടേണ്ടി വരുന്നുണ്ട്. ഷീവ് ഒരു കുടയുമായി ഇറങ്ങി ഷിന്നിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നിന്ന് ഹൂഷുവിനോട് അതിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ നേരിട്ട് ഇങ്ങനെ അവളെ അന്വേഷിച്ച് വന്നത് ഷിന്നിനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ എംപ്ലോയിയെ തട്ടിയെടുത്തുകൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ടാണോ നീ ഇങ്ങനെ ഇത്ര ധൃതിയിൽ ഓടി വന്നതെന്ന് ഷിൻ കുറച്ച് പരിഹാസത്തോടെ ചോദിക്കുന്നു. സൂലിങ്ങിൽ നിറയെ മിടുക്കുള്ള ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ കമ്പനിയിലെ ഈ ജൂനിയർ ഡിസൈനറിനെ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഷിയോ അതിന് മറുപടി നൽകിയത്. ഹൂഷുവിൻ്റെ കഴിവിൽ അവനത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് ഷിൻ കളിയാക്കുന്നു. അതിനുശേഷം വണ്ടി വിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹൂഷു ഷിയുവിനൊപ്പം തിരികെ പോകുന്നു. എന്തിനാണ് എന്നെ അന്വേഷിച്ചു വേണ്ടി മാത്രമാണോ ഇത്ര ദൂരം വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവനൊരു കോൾ വരുന്നതിനാൽ അവൻ്റെ ശ്രദ്ധ മാറുന്നു. അപ്പോഴേക്കും അവരവളുടെ താമസ സ്ഥലത്തിനടുത്ത് എത്തുന്നു. പക്ഷേ ആ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ ലോക്ക് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇറങ്ങി നടക്കേണ്ടി വരുന്നുണ്ട്. അവൾ തനിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അവൻ കുടയുമായി അവളുടെ കൂടെ ചെല്ലുന്നു. ആ സമയത്ത് അവൾക്കുള്ള ഒരു വാണിംഗ് പോലെ ഇങ്ങനെ സൂലിങ്ങിലെ ആരുമായിട്ട് ഇടയ്ക്കിടെ കോൺടാക്റ്റ് നടത്തുന്നത് നല്ലതല്ല. മുമ്പ് ജിയാങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായത് നിനക്കും അറിയാമല്ലോ. ഈ പ്രോജക്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതേപോലെയുള്ള ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ സമയത്ത് ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവൾ അവനെ ചീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവൻ ഈ പറഞ്ഞു വന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. മഴ പെയ്തതുകൊണ്ട് മാത്രമാണ്, മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ ഷിന്നിൻ്റെ കാറിൽ കയറേണ്ടി വന്നത് എന്നവൾ പറയുന്നു. മാത്രമല്ല അവനിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഹൂഷുവിന് അവന് തന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഇത്ര ധൃതി പിടിച്ച് അവിടെ വരെ വന്നത് എന്ന് അവൾ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ അല്ല എന്ന് അവൻ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് ഷോയാൻ്റെ കോൾ വരുന്നതിനാൽ അവനത് പറയാൻ പറ്റുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹൂഷു കുടക്കീഴിൽ നിന്ന് മാറി കുറച്ച് ദൂരെ പോയി നിൽക്കുകയും ചെയ്യുന്നു. അവൻ ഇങ്ങനെ തന്നെ സംശയിച്ചത് ഹൂഷുവിനെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവനോടൊന്ന് പറയുക പോലും ചെയ്യാതെ അവൾ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഷിയു ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. നേരത്തെ മറിഞ്ഞു വീണ സമയത്ത് ഹൂഷുവിൻ്റെ കയ്യിൽ ചെറിയതായി മുറിവുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അതിൽ മരുന്ന് വയ്ക്കുന്നു. ഷിയു തന്നെ ഇങ്ങനെ സംശയിച്ചത് അവളെ നല്ല വിഷമത്തിലാക്കിയിട്ടുണ്ട്. സാവോയുടെ ഹസ്ബൻഡ് ഇപ്പോഴും ആ പുതിയതായി റെൻറ്റിനെടുത്ത സ്ഥലത്ത് ജോലി തിരക്കിലായതിനാൽ അന്ന് രാത്രി അവൾ കുറച്ച് ഫുഡ് വാങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമെന്ന് കരുതി അവൾ കുറേ അധികം ഫുഡ് വാങ്ങിയിരുന്നു. പക്ഷേ അവരെല്ലാം ജോലി ചെയ്ത് നന്നായി ക്ഷീണിച്ചതുകൊണ്ട് ഇന്ന് അവരെ റെസ്റ്റ് എടുക്കാനായി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് അവൻ അറിയിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സാവോയുടെ ഷോപ്പിൻ്റെ റെൻറ്റ് കൂടുന്നതിനെ പറ്റി ഇൻഡസ്ട്രിയൽ പാർക്ക് നേരത്തെ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നവളത് എങ്ങനെയൊക്കെയോ ഡീൽ ചെയ്ത്
പഴയ റെൻറ്റുമായി തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ ശരിയാക്കിയിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് സാവോ. അതിനെപ്പറ്റി അവൾ ഹസ്ബൻഡിനോട് വിശദമായി പറയുന്നുണ്ട്. പാർക്കിൽ വരുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഓഫേഴ്സ് നൽകിയും മറ്റുമാണ് അവൾ ഈ ഡീലിംഗ് ഒപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ റെൻറ്റ് കൂടുമെന്ന് പേടിക്കേണ്ട എന്ന് അവൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. അവളിങ്ങനെ വലിയൊരു പ്രശ്നം നിസ്സാരമായി ഡീൽ ചെയ്തതുകൊണ്ട് അവൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അവളോട് പറയുന്നുണ്ട്. അവൻ്റെ കമ്പനിക്ക് പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നു. ഒരു ബിസിനസ് പാർക്കിൻ്റെ ഡീലിങ്ങിനുള്ള സോഫ്റ്റ്വെയർ റെഡിയാക്കുന്ന ജോലിയാണ്. പക്ഷേ അത് തയ്യാറാക്കുന്നതിന് ആ ക്ലയൻറ്റുമായിട്ട് അവനെ കുറച്ചുകൂടി മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അയാളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ മിസ്റ്ററി ഗെയിം കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് അവന് താല്പര്യമുണ്ട്. അയാൾക്ക് അതിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. പക്ഷേ അവന് ആ ഗെയിമിനെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് അവൾ കൂടി തനിക്കൊപ്പം ഗെയിം കളിക്കാൻ വരുമോ എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഇവന് ഇങ്ങനെ പ്രീതിപ്പെടുത്തേണ്ട ആൾ ഈ സാവോയുടെ കഫയൊക്കെ നിൽക്കുന്ന ആ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ചാർജുള്ള ഇപ്പോഴത്തെ മാനേജറാണ്. അതുകൊണ്ട് കൂടിയാണ് അവളെ കൂടെ കൊണ്ടുപോകാമെന്ന് അവൻ വിചാരിക്കുന്നത്. സാവോ സന്തോഷത്തോടെ സമ്മതം പറയുന്നുണ്ട്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ണായിരിക്കുമെന്ന് പറഞ്ഞ് ഹൂഷുവിനെ കൂടെ വിളിക്കാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഗെയിം കളിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ഷിയു ഓഫീസിലേക്ക് എത്തിയ സമയത്ത് ഹൂഷു അവളുടെ സീറ്റിൽ നിന്ന് കാര്യമായി എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. അന്ന് തന്നെ കഴിഞ്ഞ ദിവസം അവൾ റെഡിയാക്കിയ ആ പ്രൊപ്പോസൽ എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ പോയി കണ്ട സൈറ്റ് കുറച്ച് വെള്ളമുള്ള ഏരിയ ആയതുകൊണ്ട് ആ വെള്ളത്തിന് അഭിമുഖമായിട്ട് ബിൽഡിങ്ങുകൾ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രൊപ്പോസലായിരുന്നു അവൾ മുന്നോട്ട് വെച്ചത്. ഇതുവരെ അങ്ങനെ ഒരു ഐഡിയയെ പറ്റി അക്കൂട്ടത്തിൽ ആരും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഷിയുവിനും ഷോയ്വാനും അവളുടെ ഈ സജഷൻ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരും അവളെ പുകഴ്ത്തി അവളുടെ കഴിവിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഫീൽഡ് റിസർച്ചിന് പോയ സമയത്ത് സുലിങ്ങിൻ്റെ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് അത്രയും ടീം അംഗങ്ങളൊന്നും ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ഹൂഷു വിഷമിച്ചതും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവിടെ അതിനുവേണ്ടി ട്രൈ ചെയ്തതുമൊക്കെ സുൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ ശിവന് നല്ല വിഷമമാവുന്നു. കാരണം കഴിഞ്ഞ ദിവസം അവളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണല്ലോ അവൻ സംസാരിച്ചത്. പക്ഷേ അവളോടൊന്ന് സംസാരിക്കാനുള്ള ചാൻസ് അവന് കിട്ടുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഹൂഷു പോയി കഴിഞ്ഞിരുന്നു. അവളുടെ സീറ്റിലേക്ക് നോക്കി അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഷുയാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി പോകുന്നു. ഹൂഷു അന്ന് നേരത്തെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നിട്ടും അവൾ ആ ഡിസൈൻ്റെ കാര്യങ്ങളുമായി തിരക്കിലാണ്. ഈ സമയത്താണ് സാവോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഗെയിം കളിക്കാൻ പോകാനായി വിളിച്ചത്. ഷിയുവുമായി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഹൂഷുവിന് അന്ന് ഗെയിം കളിക്കാൻ പോകാനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ അത് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇന്ന് ഷിയു അല്ല മറ്റേ ആളാണ് ജനറലായി വരുന്നതെന്ന് താൻ അറിഞ്ഞ കാര്യം സാവോ പറയുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ സാവോയ്ക്ക് ഒരു കൂട്ടിന് വേണ്ടി പോകാമെന്ന് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ അവരൊരുമിച്ച് ഗെയിം സെൻറ്ററിൽ എത്തുന്നുണ്ട്. അവർ മൂന്നുപേരും അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാവോയുടെ ഹസ്ബൻഡ് മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അങ്ങോട്ടേക്ക് എത്തിയത്. സാവോയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വാങ് എന്നാണ് അവൻ്റെ പേര്. വാങ് കയ്യിൽ കരുതിയിരുന്ന കോഫിയൊക്കെ കൊടുത്ത് മറ്റേ ആളെ വെൽക്കം ചെയ്യുന്നു. ജിങ്ഷിൻ എന്നാണ് അയാളുടെ പേര് എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. ജിങ്ഷിൻ ആദ്യമായി തന്നെ ഹൂഷുവിനെ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഗെയിം തുടങ്ങാറായി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്ന് ടിക്കറ്റ് വെരിഫൈ ചെയ്യാനായി വാങ്ങും സാവോവും കൂടി കൗണ്ടറിലേക്ക് പോയ സമയത്ത് ജിങ്ഷിൻ ഹൂഷുവുമായി സംസാരിക്കുന്നുണ്ട്. അവളുടെ ബോഡി സ്ട്രക്ചർ വളരെ നന്നായിട്ടുണ്ട്. ഡാൻസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ആർട്ടിലേക്ക് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശം രീതിയിലാണ് അയാൾ അവളോട് സംസാരിച്ചത്. വാങ്ങിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഹൂഷു മര്യാദയോടെ തന്നെ അയാളോട് മറുപടി നൽകുന്നു. അവരെ രണ്ടുപേരുടെയും കയ്യിൽ കോഫി ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നുമായിട്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് ഒരാളെന്ന് അവരോട് പറയുന്നതിനാൽ ഹൂഷു വേഗം ആ കോഫി കുടിച്ചിട്ട് ഗ്ലാസ് വേസ്റ്റ് ബിന്നിലേക്ക് കളയുന്നു. പക്ഷേ ജിങ്ഷിൻ കപ്പിലുണ്ടായിരുന്ന കോഫി കുടിക്കാതെ അതോടെ തന്നെ അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട്. ഒട്ടും മര്യാദയില്ലാത്തൊരു പ്രവൃത്തിയായിട്ടാണ് ഹൂഷുവിനത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അയാളുടെ ആ രീതിയൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നതേയില്ല. അയാൾ അങ്ങോട്ട് പോയ പുറകിനെ സാവോ ഓടി ഹൂഷുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജിങ്ഷിൻ എന്താണ് നിന്നോട് സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വാങ്ങിൻ്റെ ഫ്രണ്ടാണോ, നിനക്ക് എങ്ങനെയാണ് അവനെ പരിചയമെന്നൊക്കെ ഹൂഷു ചോദിച്ചപ്പോൾ അയാൾ ഈ പാർക്കിൻ്റെ മാനേജറാണ്. അയാളുമായിട്ട് പുതിയൊരു സോഫ്റ്റ്വെയറിൻ്റെ ഡീലിംഗ് വാങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗെയിമിന് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അയാളെ ഇംപ്രസ് ചെയ്യിക്കേണ്ട ആവശ്യമാണ്. എന്നാലേ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അയാളുമായിട്ടുള്ള കുറേ കൊളാബറേഷൻ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ സാവോ അവളോട് പറയുന്നു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഹൂഷു അയാളെ കാണിച്ച മര്യാദയോടങ്ങ് ക്ഷമിക്കുന്നു. പക്ഷേ ഗെയിമിനുള്ളിൽ കയറിയപ്പോഴും ജിങ്ഷിൻ ഒരു ബാധ പോലെ അവളെ പിന്തുടരുന്നുണ്ട്. കാരണം ഇത്തവണ അവൾക്ക് കിട്ടിയ ക്യാരക്ടർ അയാളുടെ വൈഫായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ നടക്കാനായിട്ട് അയാൾ മത്സരിക്കുകയാണ്. അയാളിങ്ങനെ പുറകെ വരുന്ന സമയത്ത് അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ തലയിൽ കെട്ടിയിരുന്ന റിബൺ പോലത്തെ ഒരു തുണി പറന്ന് താഴേക്ക് വീഴുന്നു. അവളത് എടുക്കാനായി ചെന്നപ്പോഴേക്കും ജനറൽ വന്ന് അതെടുത്ത് അവൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ മുഖമുയർത്തി നോക്കിയപ്പോഴാണ് അന്നത്തെ ജനറൽ ഷിയു ആണ് എന്ന് അവൾ അറിയുന്നത്.
മറ്റേയാളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നല്ലോ അവൾ വന്നത്. എന്താണ് നീ വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജിങ്ഷിൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് എൻ്റെ ഭാര്യ മര്യാദയില്ലാതെ പെരുമാറിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ജനറലിനോട് സോറി പറയുന്നു. ശിവന് ഇത് കണ്ടപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഗെയിമിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അകത്ത് കയറി പോകുന്നു. ഊഷുവിനാണെങ്കിൽ ജിങ്ഷിനിട്ട് ഒരെണ്ണം പൊട്ടിച്ചാൽ കൊള്ളാമെന്നുള്ള അവസ്ഥയിലാണ്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് ഫേക്ക് മാരേജ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അയാളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴും അവളുടെ ബോഡി സ്ട്രക്ചറിനെ പോയിക്കൊണ്ട് നീ ആഞ്ചലീന ജോളിയെ പോലെ സുന്ദരിയാണ്, കുറച്ച് സെക്സി ഫാക്ടർ കുറവുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഊഷു കൂടുതൽ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ സാഹു അങ്ങോട്ടേക്ക് വരുന്നതിനാൽ അയാൾ രക്ഷപ്പെട്ടു. ഗെയിമിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അയാളെ ഒഴിവാക്കി അവൾ തൻ്റെ മിഷൻ എന്താണ് എന്നറിയാനായി ആദ്യം മീറ്റ് ചെയ്യേണ്ട ആളെ പോയി കാണുന്നുണ്ട്. റിപ്പോർട്ടർ ഹാൻ എന്ന ക്യാരക്ടറാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ജനറൽ ഷിന്നുമായി ഒരു ഇൻ്റർവ്യൂ തരപ്പെടുത്തി ആ കെയർ ഓഫിൽ അവൻ്റെ ഒരു പോക്കറ്റ് വാച്ച് അടിച്ചു മാറ്റുകയാണ് അവളുടെ ഫസ്റ്റ് മിഷൻ. ആ പോക്കറ്റ് വാച്ച് അവന് പാരമ്പര്യമായി കിട്ടിയതാണ്. അവൻ്റെ അച്ഛൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്ന് തനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ആ ഓഫീസർ അവളോട് പറയുന്നു. ജനറൽ ഉള്ളത് തിയേറ്ററിലാണ് എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളെ അന്വേഷിച്ച് ജിങ്ഷൻ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് അവൾ വേഗം അയാളെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. പക്ഷേ അയാൾ അവളെ കണ്ട് പിന്നാലെ ചെല്ലുന്നുണ്ട്. അയാൾക്ക് ഗെയിമിലെ മിഷനിലൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഹൂഷുവിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അവളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഒട്ടും കൊള്ളില്ല, അതുകൊണ്ട് പുതിയൊരു ഡ്രസ്സ് വാങ്ങി നൽകാമെന്ന് അയാൾ ഓഫർ വയ്ക്കുന്നു. പക്ഷേ അവിടെയുള്ള ഷോപ്പിൽ വിൽക്കുന്നത് ഡ്രസ്സുകളല്ല, പുതിയ ക്യാരക്ടറാണ്. അത് വാങ്ങുന്നതിന് നല്ല തുക ചിലവാകും എന്ന് പറഞ്ഞ് ഹൂഷു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പണം തൻ്റെ കൈവശമുണ്ട്, ഗെയിമിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ തനിക്ക് നൽകിയിരുന്നു എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ കയ്യിലുള്ള കാശെടുത്ത് അവളെ കാണിക്കുന്നു. വാങ്ങിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹൂഷുവിന് പെട്ടെന്ന് സാഹു പറഞ്ഞാണ് ഓർമ്മ വന്നത്. അവൾക്ക് ഇയാളുമായിട്ടുള്ള ഡീലിംഗ് ഇപ്പോൾ വളരെ പ്രധാനമാണല്ലോ, അവരുടെ ബിസിനസ്സിന് ഇത് വളരെ ആവശ്യമാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് തൽക്കാലം അയാൾക്കൊപ്പം ആ ഷോപ്പിലേക്ക് ചെല്ലാൻ അവൾ തയ്യാറാവുന്നു. അവിടെ പല പല ഡ്രസ്സും അയാൾ അവളെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവസാനം അവളുടെ ബോഡി സ്ട്രക്ചർ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് അത് ധരിച്ചു വരാൻ അയാൾ ആവശ്യപ്പെടുന്നു. ഹൂഷുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ നിയന്ത്രിച്ച് നിൽക്കുകയാണ്. സാവോയെ ഓർത്ത് മാത്രം അവൾ ആ ഡ്രസ്സും കൊണ്ട് ചേഞ്ചിങ് റൂമിനടുത്തേക്ക് പോകുന്നു. അയാളെ പിന്നാലെ ചെന്നപ്പോൾ അവൾ തിരിഞ്ഞു നിന്നിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്ന മറ്റൊരു ഡ്രസ്സ് അയാൾക്ക് നന്നായി ചേരാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അയാളോട് പറയുന്നു. ഹൂഷു തന്നെ പുകഴ്ത്തുകയാണ്. അവൾക്ക് തൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് ജിങ്ഷൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ സന്തോഷത്തോടെ ആ ഡ്രസ്സ് നോക്കാനായി പോകുന്നുണ്ട്. ഈ സമയത്ത് ഹൂഷു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നു. അവൾ ചേഞ്ചിങ് റൂമിലായിരിക്കും എന്നായിരുന്നു അയാൾ കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ തന്നെ കളിപ്പിച്ച് മുങ്ങിയത് അയാൾക്ക് മനസ്സിലാവുന്നത്. ഹൂഷു അയാളുടെ കണ്ണു വെട്ടിച്ച് പോയത് തിയേറ്ററിലൊക്കെ ആയിരുന്നു. അവിടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ജനറൽ ഷിന്നിനെ അവൾ കണ്ടുപിടിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അവൾ അറിയിക്കുന്നുണ്ട്. അവളോട് അവിടെ അടുത്തിരുന്നോളാൻ അവൻ പറയുന്നു. തൻ്റെ ഐഡിയ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളെ വിശ്വാസമാണ് എന്ന് അവൻ അറിയിക്കുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഗെയിമിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും തലേ ദിവസത്തെ ആ ഇഷ്യൂവിനെ പറ്റിയാണ് പറയുന്നതെന്ന് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നു. കാരണം തൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ചെക്ക് ചെയ്യാതെ ഈ ഇരുണ്ട തിയേറ്ററിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് അവൻ വിശ്വസിച്ച് തനിക്ക് ഇൻ്റർവ്യൂ നൽകുന്നതെന്ന് ഹൂഷു ചോദിക്കുന്നുണ്ട്. എനിക്ക് വിശ്വാസമില്ലാത്തവരെയൊന്നും എൻ്റെ അടുത്തേക്ക് പോലും വരാൻ ഞാൻ അനുവദിക്കാറില്ല എന്നാണ് ഷിയോ അതിന് മറുപടി നൽകിയത്. ഈ വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ അവർക്കിടയിൽ ഇപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവനും സംസാരിക്കുന്നുണ്ട്. അവൾക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഇഷ്യൂ സോൾവ് ആവുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ജിങ്ഷനെ പറ്റി അവൻ ചോദിച്ചത്. ഗേറ്റിനടുത്ത് വെച്ച് അവൻ ഭയങ്കര സ്വാതന്ത്ര്യം എടുക്കുന്നത് ഷിയു നേരിട്ട് കണ്ടിരുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഗെയിമിന് പുറത്ത് പരിചയമുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് സാവുയുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ്, അവരുടെ ബിസിനസ്സിന് അയാളെ വളരെ അത്യാവശ്യമാണ്, അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത്, അല്ലാതെ അയാളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ മുന്നിലേക്ക് അയാൾ വരാതിരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മിക്കവാറും ഞാൻ അയാളെ തല്ലിയെന്നിരിക്കും, അത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കും എന്നൊക്കെ അവൾ പറയുന്നു. ആ കോഫിയുടെ ഇഷ്യൂവും അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അയാളുടെ മുന്നിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാമെന്ന് അവനും പറയുന്നു. അവന് തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കെയർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്.